അതെ, ഞാനൊരു പ്രത്യേക കാര്യം പറയാനാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. നമ്മൾ കുട്ടികളെ മറ്റുള്ളവർക്ക് ശാസിക്കുന്ന പോലെ തന്നെ മരങ്ങളെ ശാസിച്ചാൽ അവരത് സ്വീകരിക്കും എന്നതിന് നേർ സാക്ഷ്യം. ഞങ്ങളുടെ ഈ കൊന്ന നട്ടിട്ട് 4 വർഷം കഴിഞ്ഞു. ഇത്രയും വലുതായിട്ടുണ്ട്. എന്നിട്ടും പൂത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ നനയ്ക്കുമ്പോൾ എന്നും ചീത്ത പറയും, ഈ പ്രാവശ്യം നീ പൂത്തില്ലെങ്കിൽ നിന്നെ വെട്ടി അടുപ്പിൽ വെക്കുന്നു. ഈ കാണുന്നത് ചെറിയ പൂക്കൾ. ഡാഡി ആ കൊമ്പുമ്പോൾ നിറയുണ്ട്. ആ ബ്രാഞ്ചുമ കണ്ടോ, ഫലിച്ചു. വേറെ ഉണ്ട്, എല്ലാം അവിടെ ഉണ്ട്. ആ ഇലയുള്ള ബ്രാഞ്ചിൽ കുരുകുരുന്ന് കാണുന്നതും പൂമുട്ടുകളാണ് കേട്ടോ. ഞാൻ വഴക്ക് പറഞ്ഞ് നനയ്ക്കാറേ പതിവ്. നിനക്ക് ഞാൻ വെള്ളം തരുന്നില്ലേ, എന്നിട്ട് നിനക്ക് കണി വയ്ക്കാൻ പൂക്കൾ തരാൻ സമയമായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറഞ്ഞതിനുള്ളത് പേടിച്ച് തന്നു. ഞങ്ങൾക്ക് പ്ലാവ് ഉണ്ടായിരുന്ന സമയത്ത് ഇതുപോലെ തന്നെയാണ് കേട്ടോ. അത് ചക്കയൊക്കെ മുകളിലുണ്ടായിരുന്നപ്പോൾ ഞാൻ പറയും, അതെ ഏറ്റവും മുകളിൽ കയറി പറിക്കുന്നത് റിസ്ക് അല്ലേ, എനിക്ക് പറിക്കാൻ പറ്റുന്ന താഴെ ഉണ്ടായതാ എന്ന് പറഞ്ഞിട്ട് കൃത്യം എനിക്ക് ചെറിയ കത്തി കൊണ്ട് അടർത്തി പറിക്കാനും ചെറിയ തോട്ടി കൊണ്ട് വലിച്ചിടാൻ പാകത്തിന് തന്നെ ഉണ്ടായി. പക്ഷേ എന്നിട്ടും അതിനെ മുറിച്ച് കളയേണ്ടി വന്നത് ഒരു സങ്കടമുള്ള കാര്യമാണ്. മുറിക്കുന്നതായപ്പോൾ പ്ലാവുമ്പോൾ 2 തവണ ചക്ക ഉണ്ടായി കേട്ടോ, എന്നെ മുറിക്കില്ലേന്ന്. അതുപോലെ തന്നെ മാവ് ഉണ്ടായിരുന്നപ്പോഴും അതുപോലെ തന്നെ അതിനെ വെട്ടുന്നതായപ്പോൾ 2 തവണ അതും മാങ്ങ നിറയെ ഉണ്ടായിരുന്നു. മൃഗങ്ങളും മനുഷ്യരും പോലെ തന്നെ സസ്യജാലങ്ങൾക്കും നമ്മൾ പറയുന്നത് കേൾക്കാം. അപ്പോൾ എല്ലാത്തിനും സ്നേഹിക്കുക, ശിക്ഷിക്കേണ്ടതിന് ശാസിക്കേണ്ടതിന് ശാസിക്കുകയും ചെയ്യുക. മാങ്ങ ഉണ്ടാവാത്ത മാവിനൊക്കെ മോതിരവളയം ഇടുന്ന് പറഞ്ഞ് കേട്ടില്ലേ? അത് തന്നെ സംഭവം.